അനാധിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്നാ ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്നാ ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. ദൈവനാമം മുഹത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2:4 വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതിയ പ്രധാനപ്പെട്ട ഒരു ദൂതാണെങ്കിലും ഇത് എല്ലാ കാലഘട്ടത്തിലുമുള്ള സഭകളെയും വ്യക്തികളെയും പ്രതികരിക്കുന്നതാണ്. അതിൽ സഹോദരിമാരായ നാമും ഉൾപ്പെട്ടിരിക്കുന്നു. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് എഫെസോസ്. ഡയാന ദേവതയുടെ പ്രതിമ കൊണ്ട് നിറഞ്ഞ പട്ടണമായിരുന്നു അത്. ഇവിടെ കർത്താവിൻ്റെ വചനം വ്യാപിക്കുവാനും അവർ ക്രൂസിൻ്റെ സ്നേഹികളായി തീരുവാനും ഇടയായി. യേശുവിന് യൂദാസ് ഒറ്റിക്കൊടുത്തത് വെറും 30 വെള്ളിക്കാശിനാണ്. എന്നാൽ ഇവിടെയുള്ള ദൈവമക്കൾ ഏകദേശം 50,000 വെള്ളിക്കാശ് വിലമതിക്കുന്ന ക്ഷുദ്രപ്രയോഗത്തിൻ്റെ പുസ്തകങ്ങൾ എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 19:18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. അവർ എല്ലാം വിട്ട് കർത്താവിനായിട്ട് സമർപ്പിക്കപ്പെട്ട വെച്ച വിശ്വാസികളായിരുന്നു എഫെസോസിലെ വിശ്വാസികളെന്ന് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ ഏകദേശം 3 വർഷം ഇവിടെ വേല ചെയ്തു. യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനും യേശുവിൻ്റെ അമ്മ മറിയയും ഈ സഭയുടെ അംഗങ്ങളായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. കർത്താവ് ഈ സഭയെ പ്രശംസിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം. സഹോദരിമാരെ ആയ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശംസ കിട്ടുവാൻ ആഗ്രഹിക്കുന്നവരും കൊടുക്കുവാൻ മടിയുള്ളവരുമാണ്. നമ്മൾ കർത്താവിൻ്റെ മാതൃക പിൻപറ്റി നമ്മുടെ മക്കളെയും കൂട്ടു സഹോദരങ്ങളെയും അമ്മയെയും അമ്മായിയമ്മയെയും മരുമക്കളെയും ഒക്കെ പ്രശംസിക്കുവാൻ ശ്രമിക്കാം. അങ്ങനെ ചെയ്താൽ മക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നതിനും ദൈവനാമം മഹത്വപ്പെടുന്നതിനും ഇടയായിട്ട് തീരും. 5 കാര്യങ്ങൾ ദൈവം ഇവരെ പ്രശംസിക്കുന്നതായിട്ട് കാണുന്നു. വെളിപ്പാടിൻ്റെ 2:2 നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും അറിയുന്നു. നമ്മോട് കൂടെ നടന്ന കർത്താവ് നമ്മളെ നന്നായി അറിയുന്നു. വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും കർത്താവ് സകലവും അറിയുന്നു. അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സങ്കീർത്തനങ്ങൾ 139:1, 2 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും മാത്രമല്ല എൻ്റെ നിരൂപണവും അറിയുന്ന ഒരു ദൈവമാണ്. ആ ദൈവമാണ് നമ്മോട് കൂടെയുള്ളവനാണ്. ആ ദൈവം പറയുകയാണ്, നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും അറിയുന്നു. രണ്ടാമതായിട്ട്, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തത്. തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും മുഖപക്ഷം കാണിക്കാത്തവരുമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റ് തെറ്റേതാണെന്നനുസരിച്ച് അതിൻ്റെ അനുസരിച്ച് അതിനെ ശിക്ഷിക്കുവാനും ശരിയായിട്ടുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുവാനും ഒരിക്കലും മുഖപക്ഷം കാണിക്കാതിരിക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമതായിട്ട് അവരെക്കുറിച്ച് പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം മാത്രമല്ല, ആദ്യ നൂറ്റാണ്ടുകളിൽ അനേക രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം അതെല്ലാം സഹിഷ്ണുതയോടെ സഹിച്ചതും കർത്താവ് അറിയുന്നു. നിക്കലോരുടെ നടപ്പ് പൊറുത്താത്തവരാണ് അവർ. പട്ടത്വ സമ്പ്രദായത്തെയാണ് നിക്കലോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ വെറുക്കുന്ന ഒരു സഭയായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട്, പരിശോധിക്കുവാനുള്ള കഴിവ് ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ കർത്താവ് അവരെ പ്രശംസിക്കുന്നു. അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടത് ഈ സഭയുടെ വിശേഷതയാണ്. ഇന്ന് അനേക ദുരുപദേശങ്ങൾ പ്രസംഗിക്കുന്നവരുണ്ട്, ദുരുപദേശത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് കള്ളപ്രവാചകന്മാരെയും ദുരുപദേശങ്ങളെയൊക്കെ വെറുക്കുന്നവരും അതിനെ ഒപ്പോസ് ചെയ്യുന്നവരുമായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ആരാണ് തെറ്റ് ചെയ്യുന്നത് എന്നുള്ളതല്ല, തെറ്റെന്താണ് എന്നതിനനുസരിച്ച് അതിന് സൈഡ് നിൽക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരായിരുന്നു എഫെസോസിലെ. അങ്ങനെ 5 കാര്യങ്ങളിൽ ദൈവം അവരെ പ്രശംസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ അവരെക്കുറിച്ച് പ്രശംസിക്കുവാനും ഉണ്ടായിരുന്നു എഫെസോസിലെ വിശ്വാസികളെക്കുറിച്ച്. ഈ 5 കാര്യങ്ങളിൽ അവരെ എടുത്ത് പ്രശംസിക്കുവാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ സഹോദരിമാരെ, ഇന്ന് കർത്താവ് നമ്മളെ നോക്കുമ്പോൾ എന്ത് നമ്മളിലുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ പ്രശംസിക്കുവാനായിട്ടുണ്ട്? നമ്മുടെ പ്രവൃത്തി അറിയുന്ന കർത്താവ്, നമ്മുടെ പ്രയത്നം അറിയുന്ന കർത്താവ്, സഹിഷ്ണുത അറിയുന്ന ഇതിനെല്ലാം നമ്മളെ പ്രശംസിക്കുവാനുണ്ടോ? നമ്മൾ കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തവരാണോ, അതോ അവരുടെ സൈഡ് നിൽക്കുന്നവരാണോ? ക്രിസ്തുവിൻ്റെ നാമം എന്തുമായി കഷ്ടത ഉണ്ടാകുമ്പോൾ നാം ആ കഷ്ടത സഹിക്കുന്നവരാണോ, അതോ
ദുരുപദേഷ്ടാക്കന്മാരെ അവരെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ദുരുപദേശത്തെ വെറുക്കുക. ദുരുപദേഷ്ടാക്കന്മാരെ സ്നേഹിക്കുന്നവരും ദുരുപദേശത്തെ വെറുക്കുന്നവരും ആരുടെയും സൈഡ് നിൽക്കാത്തവരുമാണോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ഇങ്ങനെയുള്ള സഭ, ഇത്രയും കഴിവുകളുള്ള സഭയിലെ കർത്താവ് അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. അതാണ് വെളിപ്പാട് 2:4 വാക്യത്തിൽ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഈ കുറവ് നമ്മിലുണ്ടോ എന്നുള്ളത് മറ്റുള്ളവർ നോക്കിയാൽ മനസ്സിലാകുന്നില്ല. പുറമേ നോക്കിയാൽ എല്ലാം ഉണ്ട്. യോഗത്തിന് പോകുന്നുണ്ട്, കർത്താവിന് കൊടുക്കുന്നുണ്ട്, സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പണ്ടത്തെ പോലെ ഇപ്പോഴും പ്രവർത്തനത്തിന് പോകുന്നുണ്ട്, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നുണ്ട്. എന്നാൽ ഉള്ളിൽ യഥാർത്ഥമായിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തിന് കുറവ് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ മറ്റുള്ള ലേഖനങ്ങൾ എഴുതിയതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് കാണാം. അവിടെ കാണുന്നത്, കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. എഫെസ്യ ലേഖനം 6:24 ഇവിടെ ആ സഭയിൽ അക്ഷയമായി സ്നേഹിക്കാത്തവർ അനേകരുണ്ട് എന്നുള്ളത് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പറയുകയാണ്, കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്ന സ്നേഹം, നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കാണുമ്പോൾ, കർത്താവ്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനും നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനും കന്യകയ്ക്കും മധ്യേ ഒന്നും ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഇന്ന് നാം സ്നേഹിക്കുന്നത് ക്രിസ്തുവിനെയോ അതോ മക്കളെയോ പണത്തെയോ സൗന്ദര്യത്തെയോ പ്രതാപത്തെയോ അതോ വിദ്യാഭ്യാസത്തെയോ ഏതായാലും കർത്താവ് അത് സഹിക്കുകയില്ല. കർത്താവിനത് സഹിക്കുവാൻ സാധിക്കുകയില്ല. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞത് എന്നുള്ളത് അത് കർത്താവിന് സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. യഹോവ പറയുകയാണ്, നീ എന്നെ അനുഗമിച്ച് നടന്ന നിൻ്റെ യൗവനത്തിലെ ഭക്തിയും സ്നേഹവും ഞാൻ ഓർക്കുന്നു. യിരെമ്യാവ് 2:2 വാക്യത്തിൽ കർത്താവിനേക്കാൾ അധികമായി ഒന്നിനെയും സ്നേഹിക്കാതെ ജീവിക്കുവാൻ കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. പഴശ്ശിരാജാവായ കോരസ് താൻ യുദ്ധത്തിൽ പിടിച്ച ഒരു രാജകുടുംബത്തെ വിചാരണയ്ക്കായി തൻ്റെ മുൻപിൽ നിർത്തി. ചക്രവർത്തി രാജാവിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വിടുതൽ തന്നാൽ നീ എനിക്കെന്തു തരും? രാജകുമാരൻ പറഞ്ഞു, എൻ്റെ സ്വത്തിൻ്റെ പകുതി തരാം. വീണ്ടും ചക്രവർത്തി ചോദിച്ചു, നിൻ്റെ മക്കളെ കൂടി തന്നാൽ? രാജകുമാരൻ പറഞ്ഞു, എനിക്കുള്ള സ്വത്ത് മുഴുവനും തരാം. ചക്രവർത്തി മൂന്നാമതും ചോദിച്ചു, നിൻ്റെ ഭാര്യയെ തന്നാൽ? രാജകുമാരൻ പറഞ്ഞു, തിരുമേനി, ഞാൻ അങ്ങേക്കായി എന്നെ തന്നെ സമർപ്പിക്കാം. ചക്രവർത്തിക്ക് രാജകുമാരൻ്റെ സ്നേഹം വല്ലാതെ സ്പർശിച്ചു. അവരെ വെറുതെ വിട്ടു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ രാജകുമാരൻ ഭാര്യയോട് പറഞ്ഞു, കോരസ് ചക്രവർത്തി അതീവ സുന്ദരനാണല്ലോ. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ കോരസ് ചക്രവർത്തിയുടെ മുഖം കണ്ടില്ല. ഞാൻ എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ പോലെ ബലി കഴിപ്പാൻ തയ്യാറായി നിൽക്കുന്ന അങ്ങയുടെ മുഖം മാത്രമേ കണ്ടുള്ളൂ. അതേ സഹോദരിമാരെ, നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത, നമ്മളെ വിലയ്ക്ക് വാങ്ങി നമുക്ക് നിത്യജീവനും നിത്യാവകാശവും തന്ന നമ്മുടെ മണവാളനെ മാത്രം ധ്യാനിപ്പാൻ സ്നേഹിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന മഹാപുരോഹിതനെ മാത്രം സ്നേഹിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ പറയുകയാണ്, മാനസാന്തരപ്പെടുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ നിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. കർത്താവ് പറയുകയാണ്, അത് അല്ലെങ്കിൽ നിനക്ക് ന്യായവിധിയുണ്ട്. നീ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നിനക്ക് ന്യായവിധിയുണ്ട്. നിൻ്റെ തെറ്റിനെ ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് തിരികെ വരാഞ്ഞാൽ ഞാൻ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. AD 170 കാലഘട്ടമായിരുന്നു എഫെസോസ് സഭ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 5-ാം നൂറ്റാണ്ടുമായപ്പോഴേക്കും അങ്ങനെയൊരു സഭ അവിടെ ഇല്ലാതെയായി. ഇത് എഫെസോസ് സഭയ്ക്കുള്ളതാണെങ്കിലും കൃപായുഗത്തിലുള്ള നമ്മൾക്കെല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെട്ട ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വന്നില്ലെങ്കിൽ ന്യായവിധിയുണ്ട്. ദൈവം നമ്മളുടെ പ്രവൃത്തി അറിയുന്നു. നമ്മെ ദൈവം ന്യായവിധിക്കും. നിത്യതയിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ വെറും കൈയായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. അല്ല, നാം മാനസാന്തരപ്പെട്ട നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നാൽ, പ്രിയ സഹോദരിമാരെ, കർത്താവ് നമുക്ക് പ്രതിഫലം തരും. ഇവിടെ പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. പാപം മൂലം നഷ്ടപ്പെട്ട് തിരികെ തരുവാൻ സന്മനസ്സുള്ള കർത്താവ് നമുക്കുള്ളത്. നാം ചെയ്യുന്ന നല്ലതാകലും തീയതലാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അന്ന് നമ്മൾക്ക് പ്രതിഫലം ദൈവം തരും. അന്ന് ദൈവത്തെ സ്നേഹിച്ചവരും
ദൈവത്തെ സ്നേഹിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണും. പ്രിയ സഹോദരിമാരെ, നമുക്ക് ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗത്തിലെൻ ധനം ഭദ്രം ശുശോഭനം, സ്വർഗത്തിലെൻ ധനം ഭദ്രം ശുശോഭനം. ഉലകത്തിൻ്റെ സ്ഥാപനം അതിനു മുൻപുമെൻ ധനം, ഉലകത്തിൻ്റെ സ്ഥാപനം അതിനു മുൻപുമെൻ ധനം. ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാം, ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാം. അനാദിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്നാ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. Good morning, sisters. James chapter 1, verses 22 and onwards. But be ye doers of the word, and not hearers only, deceiving your own selves. For if any be a hearer of the word, and not a doer, he is like unto a man beholding his natural face in a glass. For he beholdeth himself, and goeth his way, and straightway forgetteth what manner of man he was. But whoso looketh into the perfect law of liberty, and continueth therein, he being not a forgetful hearer, but a doer of the work, this man shall be blessed in his deed. If any man among you seem to be religious, and bridleth not his tongue, but deceiveth his own heart, this man's religion is vain. Pure religion and undefiled before God and the Father is this, to visit the fatherless and widows in their affliction, and to keep himself unspotted from the world. The mirror. When we look into the mirror, we expect to see a reflection of who we are. But what happens moments later if we ever forget what we look like? Then we would forget who we are, and so we would go back and see our reflections again and again to remember what we look like. But why? Because it doesn't sit well with us knowing that we forgot something important. In the same way, it is in our very nature to find the missing piece in our lives. We all have a gaping hole in our hearts that we try to fill it with idols, pleasure, and things that make us feel a sense of belonging. But in reality, none of these things satisfy this gap, and the guilt eats away at us until we address the underlying issue. And if we refuse to acknowledge it, we become desensitized to our condition, and therefore assume that this is just how we are, or how I am. This is the most dangerous position to be in, for at this point, our reflection in the mirror has changed from the original or ideal into something else, but we did not recognize the change. Some have recognized it and believe, while others are still lost and trying to fill in the void. And yet, there are some of us who have recognized, but later forgot due to the distractions of this world. But when we do remember, we realize what we have forgotten. And the one thing, the missing piece that we've been looking for, is the signature of Christ on our canvas of life. For he is the big picture, and it was always about him. This is who we are. We are his. May we sing this song together. Wonderful, merciful Savior,
precious Redeemer and friend. Who would have thought that a lamb could rescue the souls of men? Oh, you rescue the souls of men. Counselor, Comforter, Keeper, Spirit we long to embrace. You offer hope when our hearts have hopelessly lost our way. Oh, we hopelessly lost the way. You are the one that we praise. You are the one we adore. You give the healing and grace our hearts always hunger for. Oh, our hearts always hunger for. Almighty, infinite Father, faithfully loving your own. Here in our weakness you find us, falling before your throne. Oh, we are falling before your throne. You are the one that we praise. You are the one we adore. You give the healing and grace our hearts always hunger for. Oh, our hearts always hunger for. You are the one that we praise. You are the one we adore. You give the healing and grace our hearts always hunger for. Oh, our hearts always hunger for. Oh, we've hopelessly lost the way, but you rescue the souls of men. And we're falling before your throne. Oh, our hearts always hunger for you, Lord. May his name alone be glorified. Amen. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയൻ കരുതലറിയും നാം. യുക്തമായി വ്യക്തമായി കൃപയൻ കരുതലറിയും നാം. അനാഥിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്നാ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്നാ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ.